നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു മസാലയിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് മസാലൻ്റെ ആവശ്യമില്ല, ഒരുപാട് ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഓരോരോ സമയത്താണ് ഓരോന്നൊക്കെ ചേർക്കുന്നത്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ അതിന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. ഞാനിത് 1.5 കിലോ ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ കഴുകി ഇനി അത് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വലിയ ഉള്ളി വേണം. ഇത് ചെറിയ വലിയ ഉള്ളിയാണ്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തൊരു 5 അളവുണ്ടാകും തോന്നുന്നു. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ഉള്ളിയാണെങ്കിൽ 5 എടുക്കുക, വലുതാണെങ്കിൽ 4 എടുത്താൽ മതി. പിന്നെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്, നല്ലപോലെ സിമ്മാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇരുമ്പ് ചട്ടിയിൽ വെക്കുന്ന കാരണം കൊണ്ടാണ് സിമ്മാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയായിട്ട് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങേൻ്റെ കൊത്തിട്ടുണ്ട്, തേങ്ങ മുറിച്ചത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഈ ചിക്കൻ പൊറാട്ടൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങയും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ 5-6 തേങ്ങേൻ്റെ കൊത്തിട്ടത് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അടിക്കുന്നത്. നിങ്ങൾക്കിങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാൻ താല്പര്യമില്ലെങ്കിൽ മുറിച്ചിട്ട് വേണമെങ്കിലും ഇടാം, ചായച്ചിട്ട് വേണമെങ്കിലും ഇടാം. ഞാനിതും അരച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമുളക് പോരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ച ഉള്ളി ഞാനിത് മിക്സിയിലാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്, പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് മുറിക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആയപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ലപോലെ ഉള്ളി ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം നിന്നിട്ട് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം കഴിപ്പിക്കുന്നതിന് ഇതേപോലെ ഉള്ളി നല്ലപോലെ ഫ്രൈ ആയി വരും. ഫ്രൈ ആയി വന്ന് പിന്നെ തുറന്നതിന് ശേഷം അതിൻ്റെ നടുവ് നല്ലപോലെ ഇളക്കിയിട്ട് നടുവ് ഒരു കുഴി പോലെ ആക്കുക. അപ്പോൾ ആ എണ്ണ അങ്ങോട്ട് ഇറങ്ങി വരും. ആ എണ്ണയിൽ വേണം പിന്നെ മസാലപ്പൊടികൾ ഇടാൻ കേട്ടോ. ഇതിലേക്കാണെങ്കിൽ ഒരുപാട് പൊടികളോ ഒരുപാട് മസാലകളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് സ്പൈസി ആയിട്ടാണ്. ഇതിലേക്ക് ഞാനിത് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇത്ര തന്നെ മതി, ഒരുപാട് ഇടണ്ട. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പൊടികളൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാട്ടോ. ഞാനിതിൽ 1.5 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഞാൻ മസാല എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരുപാട് മസാലേൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മളിട്ട മസാല നല്ലപോലെ വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ തക്കാളി ഒഴിക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഇത് റോസ്റ്റിന്. എന്നിട്ട് ആ തക്കാളിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എണ്ണ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ്, ഹൈ ഫ്ലെയിമിലേ ഞാൻ ഇട്ടിട്ടില്ല എത്ര നേരമായിട്ടും. നല്ലപോലെ വഴറ്റിയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളൊന്ന് കുഴിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ എണ്ണയിലിട്ടിട്ട് വഴറ്റുമ്പോഴാണ് അതിൻ്റെ പച്ചമണം പെട്ടെന്ന് പോകുക കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് 2 ടീസ്പൂണ് മുളക് ചാച്ചതാണ് ഇട്ടുന്നത്. ഈ മുളക് ചാച്ചത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ചിലർക്ക് മുളക് ചാച്ചത് ഇടുമ്പോൾ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും. അങ്ങനെ ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ഇവിടെ മുളക് ചാച്ചൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ എന്ത് ഇടുകയാണെങ്കിലും അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലപോലെ വെള്ളം വാർന്നിട്ടുണ്ട്, ഒരുപാട് വെള്ളം ഉണ്ടാകരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കനോടെ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ട് വേണം ഈ മസാലയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോഴേക്കും ചിക്കനിൽ നല്ലപോലെ വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കുക. ഈ മസാലയിൽ നല്ലപോലെ മിക്സാക്കണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെൽ ബട്ടൺ കാണും. അതൊന്ന് അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടി ഓൾ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിത് ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടിട്ട് ഞാനതങ്ങനെ മൂടി വെക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങോട്ട് വരും. വെള്ളം വന്നതിന് ശേഷം നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു അരമണിക്കൂറായി ഇത് വയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അരമണിക്കൂറിന് ഉള്ളിൽ ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ഞാനത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടീൻ്റെ അടിയിൽ പിടിക്കും. പിന്നെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് അതിന് അടി പിടിക്കില്ല. നോൺ സ്റ്റിക്കിലാണെങ്കിലും അടിയിൽ പിടിക്കില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ഞാൻ തുറന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഒന്നുകൂടി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി. ഇത് പൊറോട്ടൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെ കൂടെ ചിക്കൻ തേങ്ങേൻ്റെ കൊത്തും കൂടി കിട്ടി കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇടുക. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല. നമ്മളിതിൽ ഒരു പൊട്ട് പോലും വെള്ളം ഒഴിക്കാതെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് മാത്രമാണ് അത് വേവിച്ചെടുക്കുന്നത്. അതുപോലെ ചിക്കൻ എടുക്കുന്നതിന് ഓരോരുത്തർക്കും ഓരോ ചിക്കൻ്റെ വേവ് ഉണ്ടാകും. ഫ്രോസൺ ചിക്കൻ ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ വേവും. അരമണിക്കൂറൊക്കെ വെച്ചാൽ അത് പൊടിഞ്ഞു പോകും. പിന്നെ ഞാൻ ഒന്നുകൂടി നല്ലപോലെ ഒന്നുകൂടി വറ്റിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വെള്ളം വേണ്ടാണ്ട് ആ മസാലയും വേണ്ടാണ്ട് നല്ലപോലെ വറ്റിച്ചെടുത്ത്. എന്നിട്ട് ഇരുമ്പ് ചട്ടിയിലാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് മാറ്റുക കേട്ടോ. ഒരുപാട് നേരം ഇരുമ്പ് ചട്ടിയിൽ വെക്കണ്ട. അപ്പോൾ അതിൽ ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അയൺ കണ്ടൻറ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് ചിലവർക്ക് അത് വയറിന് പ്രശ്നമാവും. കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്താ ഒരു ഇതില്ലേ. അതേപോലെ തന്നെ ഇട്ട കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾ പിന്നെ എപ്പോഴും കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കും. ഇതിന് ഒരുപാട് മസാലൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. ഇത് ഞാൻ നെയ്ച്ചോറിന് ഉണ്ടാക്കിയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല.